വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. യെസ്, അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ എപ്പിസോഡ് 3ൻ്റെ റിവ്യൂ ആണ്. ജസ്റ്റ് ഹോട്ട്സ്റ്റാറിൽ രാത്രി നട്ടപ്പാതിര 12 മണി കഴിഞ്ഞിട്ട് ജസ്റ്റ് കണ്ടു തീർത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ച് അതിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. നിങ്ങൾ എത്ര പേര് രാത്രിത്തെ എപ്പിസോഡ് കാണുന്നുണ്ട്? നിങ്ങൾക്ക് പിന്നെ ഏഷ്യാനെറ്റിലുള്ള വരുന്ന എപ്പിസോഡാണോ കാണുന്നത്? ഇതൊക്കെ ഒന്ന് ദയവ് ഇതൊന്ന് കമൻറ്റിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. അതിനനുസരിച്ച് നമുക്ക് നമ്മളെ ഓഡിയൻസിന് ട്യൂൺ ചെയ്തുകൊണ്ട് ഒരു റിവ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും ഇതൊന്നും കൂടി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നൊന്നും കൂടി എൻഗേജിങ് ആയിട്ട് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനൊരു ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 2-3 കാര്യങ്ങൾ എപ്പിസോഡിൽ മെയിനായിട്ട് നിന്നിരുന്നു. ഇന്ന് എലിമിനേഷൻ നടന്നു, അതിലേക്കൊക്കെ അടക്കാം. പക്ഷെ അതിന് മുന്നേ പറയേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം ഇതിൽ സ്ക്രീൻ കാണിക്കാം. യെസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റം. രഞ്ജിനി ഹരിദാസ്. ഇന്ന് 3 ജഡ്ജസ്, യെസ്, നമ്മുടെ അഖിൽ മാരാർ, രഞ്ജിനി ഹരിദാസ്, റിയാസ് സലീം, ഇവർ 3 പേരിലും നടുക്കാണ് രഞ്ജിനി ഹരിദാസിൻ്റെ സീറ്റിംഗ്. യെസ്, ഈ ഒരു എക്സ്പ്രഷൻ കണ്ടോ? ഈ ഒരു എക്സ്പ്രഷൻ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാണാത്തവർക്കായിട്ട് പറയാം, രഞ്ജിനിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇന്ന് രഞ്ജിനി ഫയറായിരുന്നു. ഇഷ്ടപ്പെടാത്തവർക്ക് 10 രൂപയ്ക്കുടെ എക്സ്പ്രഷൻ ചോദിച്ചാൽ 110 രൂപയുടെ എക്സ്പ്രഷൻ ഉണ്ട് രഞ്ജിനി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും രഞ്ജിനി ഇന്ന് എനിക്കറിയില്ല, നമുക്ക് എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഈ കോണ്ടൻറ്റ് വരുന്ന സമയത്ത് അത് ഓർഗാനിക്കായിട്ട് വരും. തന്നെ വരുമ്പോഴേ അതൊരു കാണാനൊരു ഭംഗിയുള്ളൂ, അതൊരു ബ്യൂട്ടി ഉള്ളൂ അല്ലേ? അല്ലാണ്ട് നമ്മൾ കുറേ ഓവറായിട്ട് സ്റ്റൈലിഷായിട്ട് അതായത് കോണ്ടൻറ്റ് ഉണ്ടാക്കാനും ഓളുണ്ടാക്കാനും വേണ്ടിയിട്ടൊരു എക്സ്ട്രാ എക്സ്പ്രഷൻ ഇല്ലേ, 10 കൊടുത്താൽ 110ൻ്റെ എക്സ്പ്രഷൻ, അത് എനിക്കെന്തോ പേഴ്സണലി ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് മോശമൊന്നായിരുന്നില്ല. പക്ഷെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ചെറിയ എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ ഒഴിവാക്കി വിടണമെന്നല്ല, ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഓവറാക്കുന്ന പോലെ തോന്നി. ചില സമയത്ത് റെനീഷയ്ക്ക് ഇടപെടേണ്ട സിറ്റുവേഷൻ വരെ വന്നു, പോട്ടെ എന്നും പറഞ്ഞിട്ട്. കാരണം വെച്ചാൽ അത്രയും ഭയങ്കര എക്സ്പ്രഷനൊക്കെയാണ് രഞ്ജിനിയുടെ ഭാഗത്ത്. കാരണം രഞ്ജിനിക്ക് ആ ഒരു ചാൻസ് കിട്ടിയോടത്ത് രഞ്ജിനി ഭയങ്കര രീതിയിൽ മുതലാക്കണ സജ്ജീകരണ മുതലാക്കി മുന്നോട്ട് പോകുന്നവർ തോന്നി. അതാണ് ഇന്നത്തെ ഒരു ഹൈലൈറ്റ്. രണ്ടാമത്തെ ഹൈലൈറ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിയുമെന്നുള്ളതറിയില്ല, സെലിബ്രിറ്റി ഒന്നല്ല, പക്ഷേ ബിഗ് ബോസ് അറിഞ്ഞിട്ടുണ്ടാവില്ലേ, പൂജ. നിങ്ങൾ ഈ ബിഗ് ബോസ് കാണുന്നവർക്കറിയാം, ബിഗ് ബോസിൻ്റെ ഇപ്പോൾ ഈ അഗ്നിപരീക്ഷ തുടങ്ങിയിട്ട് അഗ്നിപരീക്ഷയിൽ ഇത്രയധികം വെറുപ്പിച്ചിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ഇല്ല. എനിക്ക് പേഴ്സണലി പറയാം, വെറുപ്പിക്കൽ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ, ഫസ്റ്റ് ഡേ അല്ല സെക്കൻഡ് ഡേ ആദ്യത്തെ ആ ഇതിൽ തോറ്റതിന് ശേഷം രണ്ടാമത് ആ തൃശ്ശൂർക്കാരി ഹൗസ് വൈഫായിട്ടുള്ള പൂജയ്ക്ക് താക്കോല് കൊടുത്തു, അതിനെ ഫേവറേറ്റിസം ചെയ്തു അതിനോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കി. കുറച്ച് ഓവർ സ്മാർട്ടായിട്ടുള്ളൊരു ആളുണ്ടായിരുന്നല്ലോ. അതിനുശേഷം 36 എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെറുപ്പിക്കൽ സ്റ്റാർ ഇന്ന് ഇതിൻ്റെ വക മാക്സിമം വെറുപ്പിക്കലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ, നമ്മൾ അഗ്നിപരീക്ഷയിൽ ഒരുപാട് പേര് നമുക്ക് അത്ര പരിചയമുള്ള ആൾക്കാരൊന്നുമല്ല, നമുക്ക് 2 രീതിയിൽ ആൾക്കാരുടെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. ഒന്ന്, നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ. പിന്നെ ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നെഗറ്റിവിറ്റിയാണ്, ഇത് സോഷ്യൽ മീഡിയയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ പറഞ്ഞ നെഗറ്റീവ് ആസ്പെക്റ്റ് കൊണ്ടും വെറുപ്പിക്കൽ കൊണ്ടും, പ്രത്യേകിച്ച് എയറിൽ പോകുക എന്നുള്ള സംഗതികളൊക്കെ ഉണ്ടാകും. കാരണം എന്താ പറയുക, നമുക്ക് ഈ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താ സംഭവിച്ചാൽ ഒരു ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി അതിങ്ങനെ അലമ്പാക്കാനും മാക്സിമം ഓവർ സ്മാർട്ട് കളിക്കുക, എനിക്കെന്തോ പേഴ്സണലി അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് വലിയൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഇതിന്ന് മാക്സിമം വെറുപ്പിച്ചു, ജഡ്ജസിനെ സംബന്ധിച്ചത്. പക്ഷേ ഒരുപക്ഷെ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടിരുന്നില്ല, റെനേൻ്റെ ഒക്കെ സംസാരമൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പറയാം കേട്ടോ, അതിങ്ങനെ ചീവീട് പോലെ കിരിക്കിട്ട് വെറുപ്പിക്കുന്ന രീതിയിൽ, ചിലപ്പോൾ അങ്ങനെ രീതിയിൽ ചിലപ്പോൾ ഒരു വർഷം നിന്ന് പോകാൻ പറ്റുമായിരിക്കാം. എന്തായാലും ഞാൻ ഇത് ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ സംഭവം അറിഞ്ഞിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം റിവ്യൂ കണ്ടവർക്ക്, മീൻസ് ഇത് എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം. അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് EMO വന്നിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ മറ്റേ സെക്കൻഡ് എപ്പിസോഡ് ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നതിന് ശേഷം ഞാൻ എയറിലാണെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയുമായിരിക്കും. അപ്പോൾ ഇതിനകം ഇപ്പോൾ എനിക്ക് യൂട്യൂബിലാണെങ്കിൽ കുറേ റിവ്യൂവേഴ്സ് ബിഗ് ബോസിന്റെ എപ്പിസോഡിനെ വിലയിരുത്തുമ്പോൾ ഫസ്റ്റ് പറയുന്നത് പൂജ ഓവർ കോൺഫിഡന്റ് ആണ്, പൂജ അഹങ്കാരിയാണ്, പൂജ ഓവർ ഷോ ആണ്, ഓവർ ഇറിറ്റേറ്റിംഗ് ആണ്, അങ്ങനെ കുറേ ടാഗ് ലൈൻ ഇപ്പം തന്നെ എനിക്ക് വന്നിട്ടുണ്ട്. എനിക്കറിയേണ്ടത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് തോന്നിയത് എന്താണോ? അതായത് ഇപ്പോൾ കുറേ പോസിറ്റീവ് നെഗറ്റീവ് കമന്റ്സ് വരും. എനിക്ക് ഹേറ്റേഴ്സും ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും, എനിക്കറിയാം. എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്നെങ്കിലും എനിക്കറിയണം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് എന്നെ കുറിച്ച് തോന്നിയത് എന്താണോ, എന്നെ നിങ്ങൾ വിലയിരുത്തിയിട്ട് എങ്ങനെയാണോ, എന്ത് ടാഗാണ് എനിക്ക് നിങ്ങൾ തരുന്നത് എന്നൊന്നും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്ര പേര് എങ്ങനെയൊക്കെയാണ് എന്നെ കുറിച്ച് ആൾക്കാർ എങ്ങനെ വിലയിരുത്തിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കമന്റ്.
ജസ്റ്റ് കമൻറ്റ് 3 ദിവസത്തെ ഈ ഒരു വെറും 3 ദിവസത്തെ 3 എപ്പിസോഡിൻ്റെ പരിചയം കൊണ്ട് നമ്മൾ കൊടുക്കാൻ പറ്റിയ ടാഗ് ലൈൻ ഇത്ര മാത്രമേ ഉള്ളൂ, വെറുപ്പിക്കൽ. അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, പറയാൻ പറ്റില്ല നമുക്ക് ഈ 3 എപ്പിസോഡിൽ എന്താണ് അവർ ടെലികാസ്റ്റ് ചെയ്യുന്നറിയില്ല. കാരണം ആടിനെ പട്ടിയാക്കുന്ന ഷോ ആണ് ബിഗ് ബോസ്. അപ്പോൾ നമുക്ക് എന്ത് ഇമേജാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ പക്ഷേ ഈ പെൺകുട്ടി നല്ലൊരു രീതിയിൽ അവിടെ നല്ല ഇതിലായിട്ട് നിന്നു എന്നുള്ളത് അറിയില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാവരുടെയും ഇതിനോടുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടു നോക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് വെറുപ്പിക്കലാണെന്ന് തോന്നി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഉണ്ടായിരുന്നത്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് എലിമിനേഷൻസ് നടന്നു. അപ്പോൾ ആരൊക്കെ ഒന്ന് എലിമിനേറ്റ് ആയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം. 40 പേരെ ഒരുമിച്ച് കിട്ടിയിട്ടുള്ള എപ്പിസോഡാണ്. ഇത് തന്നെയാണ് ആദ്യം തന്നെ പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ ഒരു ഷോ തുടങ്ങുന്ന സമയത്ത് മറ്റേ ജഡ്ജസിൻ്റെ സീറ്റിലിരുന്നിട്ടാണ് റെനീഷ വന്നിട്ടുള്ളത്. റെനീഷ ജഡ്ജസിൻ്റെ സീറ്റിലിരിക്കുന്നു. കിണി മണിയൊക്കെ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ജഡ്ജസ് കയറി വരുന്നത്. 3 പേരും നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്കിൽ രഞ്ജിനി ആയിരുന്നു. ഇന്ന് അഖിൽ കുറച്ച് മര്യാദ, അഖിൽ പൊതുവേ ആ ഒരു മെച്യൂരിറ്റി കീപ്പ് ചെയ്തിട്ടാണ്. അത് ഒരു എക്സ്ട്രാ സാധനം കയ്യിൽ നിന്ന് ഇടുന്നില്ല. ഒരു ഭയങ്കര ഒരു ഞാൻ പറഞ്ഞ 10 രൂപയ്ക്ക് 110 രൂപയുടെ സാധനം ഇന്ന് അഖിലിടുന്നില്ല. അഖിൽ വളരെ നോർമലായിട്ടാണ് ഇന്ന് ജഡ്ജിങ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. രഞ്ജിനി ഭയങ്കര, ഇന്ന് റിയാസും കുറച്ച് നോർമൽ ഇതായിരുന്നു. റിയാസും പിന്നെ അങ്ങനെ ഒരു ഭയങ്കര സംഭവമായിരുന്നു. പക്ഷേ രഞ്ജിനി പറയാം, മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ എന്തായാലും 40 പേരെ കിട്ടി, എലിമിനേഷൻ ആണെന്ന് അവർ പറയുന്നു. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കോണ്ടൻറ്റ് ഇപ്പോൾ രഞ്ജിനിയുടെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ തന്നെ കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇത് ഭയങ്കരമാണെന്ന് കാണിക്കാൻ, ഞാൻ ഭയങ്കര സ്ട്രോങ് ജഡ്ജാണെന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്താണ് അധികാരം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ എക്സ്ട്രാ രഞ്ജിനി കയ്യിൽ നിന്ന് ഇടുന്ന പോലെ തോന്നി. അങ്ങനെ ഇവർ വീണ്ടും 4 പേരെ അതിലിടയ്ക്ക് പിന്നെ അതിന് മുന്നേ ഒരു കാര്യം മിസ്സായിപ്പോയി. നമ്മുടെ ഈ ചിത്രം കാണിച്ചാലേ നമുക്ക് കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ ജഡ്ജസൊക്കെ വന്ന് നിൽക്കുന്നു 40 പേര്. യെസ്, അങ്ങനെ നമ്മുടെ ലാലേട്ടൻ, സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ലാലേട്ടൻ വന്ന് നിൽക്കുന്നു. ലാലേട്ടൻ നമ്മുടെ നിയമപുസ്തകം കൊണ്ടുവരുന്നുണ്ട്. നാഴികയ്ക്ക് 40 വട്ടം അഗ്നി പരീക്ഷ എന്ന് പറയുന്നുണ്ട്. അങ്കണവാടി അല്ലെങ്കിൽ നഴ്സറി കുട്ടികളെ ടൈപ്പ് പോലെ ആവാതിരുന്നാൽ മതി. എന്തായാലും മൂപ്പര് ഇങ്ങനെ അഗ്നി പരീക്ഷ, അമിക്കസ് ക്യൂരി എന്ന് പറഞ്ഞാൽ അഗ്നി പരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ബുക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഒരു ബിൽഡപ്പൊക്കെ കൊടുത്തിട്ടാണ് അങ്ങനെ ഈ പരിപാടി തുടങ്ങുന്നത്. അതിനുശേഷം ഇതാണ് ഈ ഒരു ബുക്ക്, ബിഗ് ബോസിൻ്റെ ടാസ്ക് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് വന്നു. ലാലേട്ടനെ കണ്ട സന്തോഷത്തിൽ എല്ലാവരും തുള്ളിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 ടീമായിട്ട് ഇവർ തരംതിരിച്ചു. ഓക്കെ, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ടീം എ ആണ്. അങ്ങനെ 4 ടീമായിട്ട് ഇവരെ തരംതിരിച്ചു. ഈ 4 ടീമിനും ടാസ്ക് കൊടുക്കുന്നു. ആ ടാസ്കിൽ തോറ്റിട്ടുള്ള ടീമിൽ നിന്ന് ആൾക്കാരെ പിടിച്ച് എലിമിനേറ്റ് ചെയ്യും. യെസ്, അങ്ങനെയാണ് കുറച്ച് 4 ടീം ഇതാക്കുന്നു. ടീമിന് ശേഷം കുറച്ച് ക്യാപ്റ്റനുകൾ 4 ടീമിൽ നിന്നും ഓരോ ക്യാപ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ സെലക്ട് ചെയ്തിട്ടുള്ള ക്യാപ്റ്റൻസാണ് ഈ നിൽക്കുന്നത്. ഈ ലെഫ്റ്റിൽ നിൽക്കുന്ന പേരുകൾ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. കുറച്ച് ലെഫ്റ്റ് നിൽക്കുന്നവൻ പ്രണവ്, താഷി, പിന്നെ ഇത് റനീഷ തന്നെയാണ്, അഭിരാം, പിന്നെ ലോലിത. ഈ 4 പേരാണ് ക്യാപ്റ്റൻസായിട്ട് തിരഞ്ഞെടുത്തത്. അതിന് പല ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്, നമ്മൾ അത്രയും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവർക്ക് എലിമിനേഷൻ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള സൂപ്പർ പവർ ലഭിക്കുന്നു. അങ്ങനെ 4 ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ്. അങ്ങനെ 4 ക്യാപ്റ്റന്മാരും പിന്നെ എന്താ പറയുക, ഒരു സൂപ്പർ പവർ, എലിമിനേഷൻ്റെ പവർ കിട്ടി മുന്നോട്ട് കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞിട്ടുള്ള ടാസ്ക് വരുന്നത്. ഇന്ന് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു ബസറുണ്ട്. ഓക്കെ, ഈ ബസർ 60 സെക്കൻഡ്സ് ആണ് ടോട്ടൽ. അപ്പോൾ ഇവർ ഒരു ടീമിലുള്ള ആൾക്കാർ വരിയായി നിന്നിട്ട്, ഇത് പിക്ചർ ഉണ്ടോ നോക്കട്ടെ. ഇതുപോലെ ഓരോരുത്തർ വരിയായി നിന്നിട്ട് ബസർ അടിക്കണം. ആദ്യം ഒരാളൊരു ബസർ അടിക്കുന്നു. അടിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ബസർ അടിക്കണം. ഇവർ ബസർ അടിച്ചിട്ട് 5 കൗണ്ട് ചെയ്യാം. ഇവർക്ക് കുറച്ച് കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്തിട്ട് 60 സെക്കൻഡിനോട് അടുപ്പിച്ച് ഏത് ടീമാണോ ആവുന്നത്, അതായത് ഇപ്പോൾ 44 സെക്കൻഡ് 40 സെക്കൻഡ് ഓരോ ടീമൊക്കെ ആയി നിന്നിരിക്കാം. 60 സെക്കൻഡിനോട് അടുപ്പിച്ച് ഏത് ടീമാണോ ആവുന്നത് ആ ടീം വിൻ ചെയ്യും. ഏറ്റവും കുറഞ്ഞ സമയം ആവുന്ന ആൾക്കാർ എലിമിനേറ്റ്, അതിൽ നിന്നാണ് ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർ വന്ന് പ്രസ് ചെയ്യുന്നു, ഇങ്ങനെ അടിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ടീം എ, ടീം ബി, ടീം സി കളിച്ചപ്പോൾ എന്തായിരുന്നു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, അങ്ങനെ കളിച്ച സമയത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു ടീമുണ്ട്. ആ ടീമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ ടീമാണ് ഈ കാണുന്നത് അല്ല, ആ ടീമല്ല ഈ കാണുന്നത്. യെസ്, ഈ ടീമാണ് ഏറ്റവും ലാസ്റ്റ് അതിലെത്തിയിട്ടുള്ളത്. അത് എന്താ സംഭവം ഉണ്ടായിച്ചാൽ ഈ പരിപാടി നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി, അതാണ് ഞാൻ നേരത്തെ
പറഞ്ഞിട്ടുള്ള സാധനം ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് ഇവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പരിപാടി നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഒരു ടീം, അതാണ് ഞാൻ ഈ പൂജയുടെ കേസ് ആയതിനെ വെറുപ്പിക്കൽ എന്നിട്ട് ആദ്യം ഒരു ഫോട്ടോ കാണിച്ചെന്നില്ല. കാണിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ പരിപാടി ബസറടിക്കുന്ന പരിപാടി നടക്കുകയാണ്. അപ്പോൾ വേറൊരു ടീം ബസറടിക്കുന്ന സമയത്ത് അവിടെ കിടന്നിട്ട് ഇതിന് അലമ്പുണ്ടാക്കുക, മറ്റവരെ ടാസ്ക് ചെയ്യാൻ സമ്മതിക്കാതെ. പ്രത്യേകിച്ച് ഈ രാജേഷ് രാകേഷല്ലേ, പിന്നെ മുടി നരച്ചിട്ടുള്ള രാകേഷ്, എനിക്കിഷ്ടമാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡും അവൻ്റെ ആക്ഷൻസൊക്കെ രസമുണ്ട്. ഭട്ടാചാരിക്കാരൻ, ഫോട്ടോജിക്കാരൻ, ഇവൻ്റെ ആക്ഷൻസും പരിപാടി, ഇവൻ ആ പരിപാടി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ അവിടുന്ന് നിർത്തിക്കോ എന്നൊരു സംഭവം പറയുന്നു. അത് ജഡ്ജസിനെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുന്നു. ഇവളോട് ചീത്ത പറയുന്നൊരു സീനുണ്ട്. ആ സീൻ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് പ്ലേ ചെയ്യാം. നമ്മളിതിൻ്റെ ലാലേട്ടൻ്റെ നിയമപുസ്തകം പ്രകാരം നമ്മളിത് കാണിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? എന്താ പൂജ വന്നപ്പോ തൊട്ട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. നിർത്തിയിട്ട് പോടാന്ന്. കണ്ടിന്യൂ ദ ടാസ്ക്. യെസ്, അതായത് ഒരു ടീം ടാസ്ക് ചെയ്യുമ്പോൾ അവിടെ കിടന്ന് ക്യാ പോയി. എനിക്കിങ്ങനെ ഭ്രാന്ത് പിടിക്കുക ഇത് കാണുമ്പോൾ. നിങ്ങൾ കണ്ടപ്പോൾ എന്താ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നിർത്തിയിട്ട് പോടാ എന്ന് പറഞ്ഞു വേണമെന്ന് പൂജ. അതൊന്ന് ഒരു അപ്പോൾ അതിനാണ് അഖിൽ ശരിക്കും ദേഷ്യപ്പെട്ടു. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെടാതിരിക്കില്ല. അപ്പോൾ ആ ദേഷ്യപ്പെടൽ കഴിഞ്ഞ് ചീത്ത കേട്ടതിന് ശേഷം ഇളിഞ്ഞിട്ടുള്ള ഈ ഇരുത്താണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഇതൊക്കെ കഴിയുന്ന സമയത്ത് ഈ ലാസ്റ്റ് വന്നിട്ടുള്ള ടീമിൽ ആരൊക്കെ പെൻഡൻറ്റ് ധരിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ പെൻഡൻറ്റ് തിരിച്ചു എടുക്കുന്നു. അതായത് ആ ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ആൾക്കാരുടെയൊക്കെ ആ ഇമ്മ്യൂണിറ്റി വരെ തിരിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതിന് ശേഷമാണ് പിന്നീട് എലിമിനേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എലിമിനേഷനിലേക്ക് കിടക്കാം. ഇനി വേറെ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. അതിനിടയ്ക്ക് പിന്നെ ഈ പൂജനെ ചൂസ് ചെയ്യുന്ന ഇതിൻ്റെ പേരിൽ അതിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സീനൊക്കെ ഉണ്ടായിട്ടോ. രഞ്ജിനി എന്താ വെച്ചാൽ ചെറിയൊരു ചാൻസാണ് കിട്ടി നന്നായിട്ട് ചൂടാവണം, അപ്പം കൊടുക്കണം ഇതാക്കൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ നേരെ നമ്മുടെ എലിമിനേഷനിലേക്ക് എത്തി. അങ്ങനെ എലിമിനേഷനിലേക്ക് എത്തിയപ്പോൾ ഫസ്റ്റ് ഓരോരുത്തർ സേവ് ചെയ്തു. റിയാസ് സേവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശ്യാമനെ സേവ് ചെയ്തു. റിയാസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? റിയാസിന് ഈ മസ്കുലിനായിട്ടുള്ള ആൾക്കാരാണ്, ആണുങ്ങൾ പൗരുഷമുള്ള ആൾക്കാർ റിയാസിന് കണ്ടുകൂടാ. നമുക്ക് അറിയുന്ന കാര്യമാണത്. അത് ഇതിൽ വളരെ കൃത്യമായിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് റിയാസ് പറയുന്ന സമയത്ത് മനസ്സിലായി. പ്രത്യേകിച്ച് ആ ജിം ട്രെയിനറായിട്ടുള്ള അഭിരാം എന്ന പയ്യനോട് അവനോടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ റിയാസിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്ന സമയത്ത് അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയുക ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ദേഷ്യവും വെറുപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് എവിഡൻ്റായിട്ട് മനസ്സിലാവും. അങ്ങനെ ഇന്നത്തെ എലിമിനേഷൻ നടന്നു. എലിമിനേഷനിൽ ആദ്യം എലിമിനേറ്റ് ആയത് ഈ ചങ്ങായിയാണ്. ഈ പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ബിജു അങ്ങനെ എന്തോ പേര് പറഞ്ഞു. ബിജു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഭയങ്കര ഇമോഷണലായി. 2 പെൺമക്കളാണ്, അച്ഛനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ഭാര്യ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലായി. പക്ഷേ ഇയാൾ എലിമിനേറ്റ് ആയി പോയ സമയത്ത് എന്നെ തുടരുത് എന്നൊക്കെ പറഞ്ഞു, മറ്റുള്ളവരോട് തുടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈലി ഇമോഷണലായിട്ട് ഇറങ്ങിപ്പോയത്. അതായത് നമുക്ക് കഴിഞ്ഞ സീസണിൽ നമ്മളെ രഞ്ജിത്ത് മുൻഷി നിന്ന് ഇറങ്ങിപ്പോയല്ലോ. രഞ്ജിത്ത് മുൻഷി ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചിട്ട് ആദ്യം എലിമിനേറ്റ് ആയി പോയിട്ടില്ല. അതായത് ആദ്യം രഞ്ജിത്ത് മുൻഷിനല്ല എലിമിനേറ്റ് ആയത്. അപ്പോൾ മുൻഷി രഞ്ജിത്ത് എലിമിനേറ്റ് ആയപ്പോൾ കാണിച്ചിട്ടുള്ള ഏകദേശം സിമിലർ ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് ഈ ചങ്ങാതി ഈ ബിജു ഇറങ്ങിപ്പോയത്. അവിടുന്ന് ഭയങ്കര ഇതൊക്കെ പറഞ്ഞിട്ട് സങ്കടം ഉണ്ടായിട്ടായിരിക്കാം, ഒരു പക്ഷേ ഒരുപാട് പ്രതീക്ഷകളോട് വന്നതായിരിക്കാം. ആൾ കുറച്ചൊരു കോമഡിയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്നുണ്ട് കുറേ ദിവസമായിട്ട് അവിടെ ഇൻട്രാക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് നമ്മളതൊന്നും കാണുന്നില്ല. കാര്യമായിട്ട് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എപ്പിസോഡ് കണ്ടതെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായത് എന്താ വെച്ചാൽ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ആൾക്കാരെ എത്തിക്കുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും അവിടെ നടന്നിട്ടില്ല. അതായത് അഗ്നിപരീക്ഷയിലേക്ക് പോയിട്ട് പെട്ടെന്ന് എലിമിനേറ്റ് ആയി പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരെ പ്രേക്ഷകരെ മനസ്സിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടത്തക്ക രീതിയിൽ ആൾക്കാരുടെ ഇടയിലേക്ക് രജിസ്റ്റർ ആവുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഒരു ടൈം ഇവർക്ക് കൊടുത്ത പോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഈ അഗ്നിപരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരുന്നത് ജഡ്ജസ് ആയിരുന്നു. പ്രത്യേകിച്ച് രഞ്ജിനി ഹരിദാസ് വീണ്ടും അടുത്തെടുത്ത് പറയുന്നത് ആരാണെന്ന് റിയാസൊക്കെ. അഖിൽമാരാർ മാത്രം ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നതല്ലാതെ ബാക്കി ഇവർക്ക് അങ്ങനെ പെർഫോം ചെയ്യേണ്ട രീതിയിലുള്ളത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇയാൾ ഫസ്റ്റ് എലിമിനേറ്റ് ആയി. രണ്ടാമത് എലിമിനേറ്റ് ആയതാണ് ഈ പെൺകുട്ടി. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഇതാണ് എലിമിനേറ്റ് ആയത്. ഈ കുട്ടിക്ക് 18 വയസ്സേ ഉള്ളൂ.
18 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടിയാണ് രണ്ടാമത് എലിമിനേറ്റ് ആയത്. രഞ്ജിനി വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു, അങ്ങനത്തെ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഞാൻ രഞ്ജിനിയുടെ പരീക്ഷയായിരുന്നു തോന്നുന്നുണ്ടെന്ന്, അഗ്നി രഞ്ജിനി പരീക്ഷ. അപ്പോൾ എന്തായാലും കെട്ടിപ്പിടിക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഇവർ രണ്ടെണ്ണങ്ങൾ സേവായി. ഇനി ഈ 4 പേരാണ് ലാസ്റ്റ്. ഈ 4 പേരാണ് സേവ് ചെയ്ത ആൾക്കാരിൽ നിന്ന്. കാരണം എല്ലാവരും എലിമിനേറ്റ് ചെയ്തപ്പോൾ അഖിൽ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അഖിൽ 2 പേരെ സേവ് ചെയ്യുന്നു. ആരാധ്യ എന്നാണ് രണ്ടാമത്തെ പെൺകുട്ടി പോയി എന്തായാലും. അപ്പോൾ അങ്ങനെ ഈ 4 ആളിൽ നിന്ന് എലിമിനേറ്റ് ആയി പോയിട്ടുള്ള ഈ ഒരു വ്യക്തി ഇതിന്ന് എലിമിനേറ്റ് ആയിട്ടുള്ളത്, ആദ്യം എലിമിനേറ്റ് ആയത് ഈ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ പുള്ളി ഷർട്ടുകാരൻ, എന്താ അവൻ്റെ പേര്, നിതിൻ. ഇത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞെന്താ വെച്ചാൽ അവന് ഒരുപാട് കഴിവുകളുണ്ട്, അവന് കഴിവുകൾ ഷോക്കേസ് ചെയ്യാൻ പറ്റിയില്ല. അവൻ ഉമ്മൻചാണ്ടിയുടെ സൗണ്ട് എടുക്കുമെന്ന് പറഞ്ഞു. അവൻ ഉമ്മൻചാണ്ടിയുടെ സൗണ്ട് എടുത്തിട്ടുള്ള സാധനം കണ്ടത്. നിങ്ങൾക്ക് യോഗമല്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നാളെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടോ. ഞാൻ എൻ്റെ താടിക്ക് തലയെ കയ്യച്ചിരുന്നു. ഉമ്മൻചാണ്ടി ഇത്ര അധികം, കാരണം നമുക്ക് ടിനി ടോം ഉണ്ട്, എനിക്കൊന്നും ഇപ്പം ടിനി ടോമിനൊരു ഭീഷണിയാവും തോന്നുന്നുണ്ട്. പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കുന്ന സുഹൃത്തെ, നിങ്ങൾ ദയവ് ഇത് മിമിക്രി ചെയ്യാതിരിക്കൂ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ ഞാൻ തലയെ കയ്യച്ചിരുന്നു, എനിക്കെന്നെ ചമ്മലായിപ്പോയി. ഇപ്പോൾ നമ്മളെ വീട്ടിലത്തേക്ക് ആൾക്കാരായിരിക്കും ഉണ്ടാവില്ല ഇതേമാതിരി എന്തെങ്കിലും പെർഫോം ചെയ്യുന്ന സമയത്ത് അയ്യോ തല കയ്യൊക്കില്ലേ, ഒരു ചമ്മൽ. അത്രയും ബോറായിരുന്നു മിമിക്രി. പറയുന്നതൊന്നും വിചാരിക്കരുത്, എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞെന്നുള്ളൂ. അതെല്ലാവരുടെയും മുഖത്ത് അവിടെ എവിഡൻ്റ് ആയിരുന്നു. കുറേ നേരം എടുത്ത് വലിച്ച് നീട്ടി. അപ്പോൾ ഇവൻ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു, അവൻ പോയി. രണ്ടാമത് ഈ നടുക്ക് നിൽക്കുന്ന ഈ സഹോദരൻ സേവായി. ഏറ്റവും ലാസ്റ്റ് അവിടെ നിന്നിരുന്നത് ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന റാഷ പാലത്തിങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണും, പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രൗണ്. അതിൽ ഈ പെണ്ണ് ഈ റഷ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെണ്ണാണ് എലിമിനേറ്റ് ആയിട്ടുള്ളത്. ഇവിടെ എലിമിനേറ്റ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവർ നേരെ ബ്ലെയിം ചെയ്യുന്നത് ഈ ചങ്ങാതിനാണ്. നമ്മുടെ ജിം ട്രെയിനർ അഭിരാമിൻ്റെ ക്യാപ്റ്റൻസി, അതായത് ഓരോ ക്യാപ്റ്റൻസിൻ്റെ അണ്ടറിലാണല്ലോ ടീം വന്നിട്ടുള്ളത്. ആ ക്യാപ്റ്റൻസി മിസ്റ്റേക്ക് കൊണ്ടാണ് ഇവർ ആ ബസറിൽ തോറ്റിട്ടുള്ളത്. അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം ഈ പയ്യന് ആണെന്നും പറഞ്ഞിട്ടാണ് ഔട്ട് അയക്കുന്നത്. അതായത് ബ്ലെയിമിങ് സ്റ്റാർട്ട് ചെയ്തു. അത് ഇവരെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കൊന്നും അഖില പറഞ്ഞു തോന്നുന്നു, അഖിലാണ് രഞ്ജിനി ആരാന്നറിയില്ല, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അറിയുന്നുണ്ട് കമൻറ്റ് ചെയ്യും. അവർ പറഞ്ഞെടുത്ത് നോക്കി, നിങ്ങൾ എന്താണ് നേരെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അടുത്ത ആളെ ബ്ലെയിം ചെയ്യുന്നത്. കാരണം നേരെ നടക്കുന്ന ബ്ലെയിമിംഗ് ആണ്. അവനല്ലേ അത് മറ്റവൻ്റെ കാരണം കൊണ്ടാണ് ആ ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവൻ്റെ കാരണം കൊണ്ടാണ് പോയി എന്നും പറഞ്ഞിട്ട് ഈ ഒരു പെണ്ണാണ് ലാസ്റ്റ് എലിമിനേറ്റ് ആയിട്ടുള്ളത്. റാഷ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുട്ടി, ഈ ഒരു കണ്ടസ്റ്റൻറ്റ് അഗ്നിപരീക്ഷയിൽ നിന്ന് എലിമിനേറ്റ് ആയി. ഇതാണ് ഇന്നുണ്ടായിട്ടുള്ള സംഭവം. അപ്പോൾ ഇത്രയും പേരിന്ന് എലിമിനേറ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്തൊരു എപ്പിസോഡായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര സംഭവം എന്ന് പറയാനില്ല നമുക്ക്. പക്ഷെ എന്നാലും കഴിഞ്ഞ 2 ദിവസം കൊണ്ട് എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു. കാരണം ഞാൻ ഒരു സീരിയസ്ലി ഇങ്ങനെ ആലോചിച്ചിരുന്നു, നമുക്ക് ഇതിന് റിവ്യൂ മാത്രമൊക്കെ ഉണ്ടോ, കാരണം വെച്ചാൽ നമുക്ക് അങ്ങനെ കണ്ടിരിക്കാൻ രാത്രിക്ക് വരുന്ന സമയത്തൊക്കെ കാണാൻ മാത്രമൊക്കെ ഉണ്ടോ എന്ന് തോന്നിയിരുന്നു. പക്ഷെ അതൊന്നും വ്യത്യസ്തമായിട്ടൊന്നും ഒന്നും കൂടി ഒരു എൻഗേജിങ് പോലെ തോന്നി. അങ്ങനെ വിചാരിക്കുന്നില്ലേ, ഞാൻ വേറെ എന്തെങ്കിലും എഴുതി വെച്ചാൽ മറന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും രഞ്ജിനി കസറി പറയാതിരിക്കുവാൻ വയ്യ. അഖിൽ കുറച്ച് ഡീസൻ്റ് ആയിരുന്നു, ബാക്കി എല്ലാവരും ഷോയമ്പട എഴുതി വെച്ചിരിക്കുന്നത്. മെജോറിറ്റിയുടെ അർത്ഥം മെജോറിറ്റി ആൾക്കാരെന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ സ്റ്റേജിൽ വന്ന സമയത്തേ അത് ആരാൾക്കെന്ന് മനസ്സിലായില്ല. എന്തോന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യും. അതായത് മെജോറിറ്റി ആൾക്കാർ കൈ പൊക്കു പറഞ്ഞപ്പോൾ കൈ പൊന്തിച്ചു, അങ്ങനെ എന്തൊരു പ്രശ്നം ഉണ്ടായി. അതിൽ രഞ്ജിനോട് മെജോറിറ്റിയുടെ അർത്ഥം അറിയില്ലേ എന്നൊക്കെ ചോദിച്ചാണ്ട് ചൂടായി. അതിൽ റെനീഷ പറഞ്ഞു പോട്ടെ വിട്ടുകളാ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയത്. പോട്ടെ സാരില്ലാന്ന് റെനീഷ അത് കോംപ്രമൈസ് ആക്കാൻ നോക്കി. അപ്പോൾ അനാവശ്യമായിട്ട് രഞ്ജിനിയുടെ ഭാഗത്തുനിന്ന് കാശ് വാങ്ങിച്ചാലേ പണി ചെയ്യുന്ന കാശ് വാങ്ങിച്ചതിനുള്ള നല്ല പെർഫോമൻസ് ഇന്ന് രഞ്ജിനി കാഴ്ചവെച്ചു. ഇനി അടുത്ത നാളെയൊക്കെ അതേമാതിരി ജഡ്ജസിൻ്റെ പെർഫോമൻസാണ് മെയിനായിട്ട് കാണേണ്ടത്. നമുക്ക് താല്പര്യമില്ല. നമുക്ക് പിന്നെയും കുറച്ചും കൂടെയൊക്കെ ജഡ്ജസിനെ കണ്ടിട്ടും അടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമെന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. എന്തൊക്കെയാണ് നിങ്ങളുടെ അവന് വേറൊന്നിട്ടൊരു കാര്യം ഇന്നലെ ഞാൻ പറയാൻ മറന്നൊരു സംഭവം എന്ന് വെച്ചാൽ, മറ്റേ ഒരു പെൺകുട്ടി അതിലുണ്ടാവും കുട്ടി, അതിൻ്റെ ആ പേളി മണിയുടെ കേസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എനിക്കറിയില്ല. പോട്ടെ, എന്തായാലും ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ. എന്തൊക്കെയാണ് നമ്മൾ ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പ് ഓപ്ഷൻ കാണുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക. കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.